ഇനി നമ്മൾ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ആലപ്പുഴയിൽ ആണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉള്ളത്. പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ഇപ്പോൾ UDFന്റെ ഭാഗമാണ് എന്നതാണല്ലോ എടുത്തു പറയേണ്ടത്. അമ്പലപ്പുഴയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു. And then there are leaders who are not opportunistic, who believe in something. There are workers who've spent many years working for the ideology, who are feeling betrayed, let down, hurt, upset. അതുപോലെ തന്നെ ഒരുപക്ഷെ നേതാക്കളുണ്ട്, അവർ ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, അവർ അവസരവാദപരമായി ചിന്തിക്കുന്ന ആൾക്കാരല്ല. വർഷങ്ങൾ ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച ആളുകൾ ഇന്ന് അവർ ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട തോതിലുള്ള പ്രവർത്തകർ ഇന്ന് ഇടതുപക്ഷ മുന്നണിയിലുണ്ട്. And who are very upset at what is happening to their party. അവരുടെ പാർട്ടിക്ക് എന്താണ് സംഭവിക്കുന്നതോർത്ത് വളരെ അസ്വസ്ഥമായിരിക്കുന്ന ഒരുപാട് പ്രവർത്തകരും നേതാക്കളും ഇടതുപക്ഷത്തിൽ നിന്നുണ്ട്. I fight the BJP, I fight the RSS. I've got 38 cases on me. ഞാൻ BJPയും RSSനെയും നിരന്തരം എതിർക്കുന്ന ഒരാളാണ്. എനിക്കെതിരെ 36 മുതൽ 38 കേസുകൾ വരെയാണ് ഇന്ന് നിലവിലുള്ളത്. They took away my government house. They took away my membership of the Lok Sabha. I'm out on bail. Interrogated me for 55 hours. But I don't back down. അവരെന്റെ ലോക്സഭയിലെ അംഗത്വം റദ്ദാക്കി, എന്റെ ഔദ്യോഗിക വസതി അവർ നീക്കം ചെയ്തു. അവരെന്നെ 55 മണിക്കൂർ നിരന്തരമായിട്ട് ചോദ്യം ചെയ്തു. പക്ഷേ ഞാൻ ഒരിക്കലും BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല. ഞാൻ ഇന്ന് ജാമ്യത്തിൽ കൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. Narendra Modi attacks me and the Congress party every single day. നരേന്ദ്രമോദി എന്നെയും കോൺഗ്രസ് പാർട്ടിയെയും ഓരോ ദിവസവും ആക്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. Why does Narendra Modi not attack your chief minister? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാത്തത്? Why does he not attack his family? നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കാത്തത്? Forget that. Narendra Modi in every single speech mentions God, mentions temples, mentions religion. അത് മറന്നുപോയേക്കോ. പക്ഷേ നരേന്ദ്രമോദി എല്ലാ പ്രസംഗത്തിലും അമ്പലങ്ങളെ കുറിച്ച് പറയും, ദൈവത്തെ കുറിച്ച് പറയും, മതത്തെ കുറിച്ച് പറയും. Every second speech of his is how somebody has insulted some god, or somebody has insulted his religion, somebody has insulted a temple. Every speech. എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണോ ആരെങ്കിലും അദ്ദേഹത്തിന്റെ മതത്തെ അപമാനിച്ചത്, ഏതെങ്കിലും അമ്പലത്തെ അപമാനിച്ചത്, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ദൈവത്തെ അപമാനിച്ചത് എന്ന് എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയാറുണ്ട്. And the most valued temple in Kerala, gold is stolen from that temple. കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രത്തിൽ നിന്നാണ് സ്വർണം കവർന്നിട്ടുള്ളത്. Please understand, gold is stolen from Lord Ayyappa's temple. നിങ്ങൾ മനസ്സിലാക്കുക, സ്വർണം കവർന്നിട്ടുള്ളത് ധർമ്മശാസ്താവിന്റെ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്നാണ് സ്വർണം കവർന്നിട്ടുള്ളത്. It is replaced by brass. Pardon? It is replaced by brass. അതിനുശേഷം ആ സ്വർണം അവിടെ നിന്ന് എടുത്തവർ മാറ്റി സ്ഥാപിച്ചത് ചെമ്പ് കൊണ്ടാണ്. Prime Minister comes to Kerala, does not say a word about it. പക്ഷേ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഇതിനെക്കുറിച്ചൊരു വാക്കുപോലും മിണ്ടുന്നില്ല. He's forgotten God, he's forgotten the temple, he's forgotten religion. അദ്ദേഹം ദൈവത്തെ മറന്നുപോയി, അദ്ദേഹം അമ്പലങ്ങളെ മറന്നുപോയി, അദ്ദേഹം മതത്തെ മറന്നുപോയി. Because he wants to help the chief minister and the LDF. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം നരേന്ദ്രമോദിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും LDFനെയും സഹായിക്കണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. Truth is he knows that LDF can never challenge Narendra Modi in India. സത്യം എന്താണെന്നറിയോ? നരേന്ദ്രമോദിക്ക് അറിയാം, LDFന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരിക്കലും ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു വെല്ലുവിളി ഉയർത്താനാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. That is why the UDF is in his target. അതുകൊണ്ടാണ് That is why UDF is his target. അതുകൊണ്ടാണ് UDFനെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത്, UDFനെതിരെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. Now you know I've spent 22 years in politics. I've been 22 വർഷങ്ങളായി രാഷ്ട്രീയത്തിലുണ്ട്. So I also have some experience, some understanding. അതുകൊണ്ട് എനിക്കും ചില അനുഭവങ്ങളുണ്ട്, ചില മനസ്സിലാക്കലുകളുണ്ട്. And I've noticed something that maybe you have also noticed. ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. You know, when a person is powerful for 5 years, 10 years, like your chief minister is. സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിക്കുന്നതിനോടൊപ്പം CPMലെ മൂല്യച്യുതിയെക്കുറിച്ച് കൂടി സംസാരിച്ചു വെക്കുന്നു. പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി ജി സുധാകരന്റെ കൂടി ചിത്രം
UDFന്റെ ഈ പ്രചാരണ വേദിയിൽ ആലേഖനം ചെയ്തത് കൊണ്ട് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വസ്ഥരാകുന്നവർ, ആ പാർട്ടിയുടെ മൂല്യച്യുതിയിൽ അസ്വസ്ഥരാകുന്നവരുണ്ട്, അതിനെതിരെ ശബ്ദമുയർത്തുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ പാർട്ടിയിൽ തുടരാൻ കൂടി പറ്റുന്നില്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.